നമുക്ക് എടുക്കാൻ സാധിക്കുന്ന സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടുകളിൽ ഒന്നാണ് കൊടക് 811. നമുക്ക് നോർമൽ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 811 സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രീമിയം വേരിയൻറ്റ് സേവിങ്സ് അക്കൗണ്ടും ഓഫർ ചെയ്യുന്നുണ്ട്. സൂപ്പർ വേരിയൻറ്റ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ 5000 രൂപ എല്ലാ മാസവും 5000 രൂപയോ അതിന് മുകളിലോ ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്നും ആ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേസമയം നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാ മാസവും 5000 രൂപയോ അതിന് മുകളിലോ സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ആ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ലൈക്ക് നമുക്ക് എല്ലാ മാസവും അപ് ടു 500 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു പ്രയോറിറ്റി കസ്റ്റമർ സപ്പോർട്ട് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു 811 സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ 5000 രൂപ എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്താൽ മതി മിനിമം. എന്നാൽ ഒക്ടോബർ 1 മുതൽ ഇത് 5000 നിന്നും 10000 രൂപയായിട്ട് ഉയരുകയാണ്. മിനിമം 10000 രൂപ അതിന് മുകളിലുള്ള ഒരു എമൗണ്ട് സിംഗിൾ ട്രാൻസാക്ഷനായിട്ട് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ജസ്റ്റ് ക്രെഡിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കത് യൂസ് ചെയ്യാം. അതിനകത്ത് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ സൗജന്യമാണ്. നോർമലി നമുക്ക് കിട്ടുന്ന ക്ലാസിക് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് എടുക്കാം. അതുകൂടാതെ നമുക്ക് PVR ഡെബിറ്റ് കാർഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ 811 വന്നിരിക്കുന്ന മറ്റൊരു വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഇൻഫിനിറ്റി വേരിയൻറ്റ് മെറ്റൽ ഡെബിറ്റ് കാർഡ്. പേര് പോലെ തന്നെ ഇതൊരു മെറ്റൽ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ്. നമ്മുടെ വൺ കാർഡൊക്കെ പോലെ നമുക്ക് മെറ്റലിലാണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നത്. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇത് ഡെബിറ്റ് കാർഡാണ്. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിന് അണ്ടിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ATM ട്രാൻസാക്ഷൻ നടത്താം, POS ട്രാൻസാക്ഷൻ നടത്താം. അങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള ഫണ്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കൊടക് 811 ഇൻഫിനിറ്റി മെറ്റൽ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് വിശദമായിട്ട് പരിചയപ്പെടാം. ഈ ഒരു 811 സൂപ്പർ വേരിയൻറ്റ് അക്കൗണ്ടിനെ പറ്റിയും നോർമൽ കൊടക് 811 അക്കൗണ്ടിനെ പറ്റിയും കൂടുതലായിട്ട് അറിയാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകൾ കാണുക. ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഈ ഒരു ഇൻഫിനിറ്റി മെറ്റൽ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കാം. യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് ഈ ഒരു കൊടക് 811 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഡെബിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നിലവിൽ 811 അക്കൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ അവർ പറയുന്ന ഒരു പ്രത്യേക കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓഫ്ലൈൻ ആയിട്ടായിരിക്കണം. അതായത് ബ്രാഞ്ചിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റ് വഴിയോ ഓഫ്ലൈൻ ആയിട്ടായിരിക്കണം നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴിയായിരിക്കണം KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്കാണ് ഈ ഒരു 811 ഇൻഫിനിറ്റി വേരിയന്റ് മെറ്റൽ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു കാർഡിന് ഇഷ്യൂൻസ് ഫീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നുണ്ട്. പക്ഷേ നമുക്കത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഇഷ്യൂൻസ് ഫീസ് വരുന്നത് 4999 രൂപയാണ്. കാരണം ഇതൊരു മെറ്റൽ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. അതിന് ഇഷ്യൂൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂൻസ് ഫീസ് ഉണ്ട് 4999 രൂപ. പക്ഷേ വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് മിനിമം 81,100 രൂപ മിനിമം ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്യൂൻസ് ഫീസ് വേവ് ചെയ്ത് കിട്ടും. അതായത് ജോയിനിങ് ഫീസ് ഒന്നും കൊടുക്കേണ്ട. പിന്നെ ഈ ഒരു കാർഡിന്റെ ആനുവൽ ഫീസ് വരുന്നത് 999 രൂപ ആണ്. പക്ഷെ നമുക്കത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നിങ്ങൾ ഈ ഒരു 811 സൂപ്പർ വേരിയന്റ് സേവിങ്സ് അക്കൗണ്ട് എടുത്തു, അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റിന്യൂവൽ ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ 811 സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റിലാണ് നിങ്ങളുടെ പ്ലാൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ചാർജും വേവ് ചെയ്ത് കിട്ടും. പിന്നെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്. കാർഡ് ഡാമേജ് ആയി അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പുതിയ കാർഡ് റീപ്ലേസ് ചെയ്യണം. അതിന്റെ കോസ്റ്റ് എല്ലാവരും തന്നെ നൽകണം. 4999 രൂപയാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരുന്നത്. കാരണം ആദ്യം പറഞ്ഞ രീതിയിൽ മെറ്റൽ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്, ഒരു ഇഷ്യൂൻസ് കോസ്റ്റ് വരുന്നുണ്ട്. ഇനി ഒരു ഇൻഫിനിറ്റി മെറ്റൽ വേരിയന്റ് ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമതൊരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിനകത്ത് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്കുള്ളിലെ സെലക്ടഡ് ഡൊമസ്റ്റിക് ടെർമിനൽ ലോഞ്ചും ഇന്റർനാഷണൽ ടെർമിനൽ ലോഞ്ചും ആക്സസ് ചെയ്യാം. ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ കൊച്ചി അവൈലബിൾ ആണ്, കണ്ണൂർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം അവൈലബിൾ ആണ്, പിന്നെ കാലിക്കറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ കേരളത്തിലെ 4 എയർപോർട്ടിലെ സെലക്ടഡ് ടെർമിനൽസ് നമുക്ക് കോംപ്ലിമെന്ററി ആക്സസ് നമുക്ക് ലിസ്റ്റിൽ ലഭ്യമാണ്. ക്വാർട്ടർലി ഒരു തവണ, അങ്ങനെ വർഷത്തിൽ 4 തവണ നമുക്ക് സൗജന്യ ആക്സസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ബുക്ക് മൈ ഷോയിൽ ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് ഓഫറാണ്. നമുക്കൊരു മാസം അപ് ടു 300 രൂപയുടെ ഡിസ്കൗണ്ട് നേടാം. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 400 രൂപയാണ്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് സൊമാറ്റോയിൽ ഡൈനിങ് ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് 20% ഡിസ്കൗണ്ട് നേടാം. അപ് ടു ഒരു മാസം അങ്ങനെ 750 രൂപ വരെ ഡിസ്കൗണ്ട് നേടാം. മിനിമം എമൗണ്ട് വരുന്നത് 2000 രൂപയാണ്.
മറ്റൊരു ബെനിഫിറ്റ് വരുന്നത് 0 4x ചാർജ് ആണ്. നമുക്ക് നോർമലി സാധാരണ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ 4x ചാർജ് 3.5% പ്ലസ് GST ആണ്. നമ്മൾ വിദേശത്ത് പോയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിദേശ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഈ ഒരു 4x ചാർജ് കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് 4x ചാർജ് 0 ആണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ POS ട്രാൻസാക്ഷൻ നടത്താൻ ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യക്കുള്ളിൽ നിന്നും വിദേശ വെബ്സൈറ്റിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും യൂസ്ഫുൾ ആണ്. ഈ ഒരു 4x ചാർജ് നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി ATM ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കുള്ളിലെ ഏത് ബാങ്കിൻ്റെ ATM വഴിയും ഒരു മാസം 20 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് നടത്താം. അത് കഴിഞ്ഞാൽ ചാർജ് കൊടുത്താൽ മതിയാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 23 രൂപയും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 10 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ ഈ ഒരു കാർഡിന് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹയർ വിഡ്രോവൽ ലിമിറ്റ് വരുന്നുണ്ട്. ATM വിഡ്രോവൽ ലിമിറ്റ് ഒരു ദിവസം നമുക്ക് 1.5 ലക്ഷം രൂപ വരെ വിഡ്രോ ചെയ്യാം. POS അതുപോലെ തന്നെ e-commerce ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഡെയിലി 4 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 5.5 ലക്ഷം രൂപയാണ്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് പ്രയോറിറ്റി കസ്റ്റമർ സപ്പോർട്ടാണ്. നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ട് ഏജന്റിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റിൽ നമുക്ക് ലഭ്യമാകും. അങ്ങനെ ഒരു പ്രയോറിറ്റി കസ്റ്റമർ സപ്പോർട്ട് സേവനം കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂവൽ സർചാർജ് വേവർ ആണ്. 2.5% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. ഒരു മാസം അപ് ടു 50,000 രൂപ വരെ നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവർ ആയിട്ട് നേടാം. പിന്നെ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിന്റെ ഒരു ബെനിഫിറ്റ് ആണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 5% ക്യാഷ് ബാക്ക് അപ് ടു 500 രൂപ ഒരു മാസം നേടാം. അങ്ങനെ ഒരു വർഷം 6,000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം. അത് ഈ ഒരു ഡെബിറ്റ് കാർഡിലും കിട്ടും. ഇതൊരു കോട്ടക് 811 ഡെബിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡിലും ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന എലിജിബിൾ കാറ്റഗറീസ് ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ആ ഒരു എക്സ്ക്ലൂഷൻസ് ലിസ്റ്റിൽ നമുക്ക് ഫ്യൂവൽ അവർ പറയുന്നുണ്ട് ഫ്യൂവൽ പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് കിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ ചെയ്ത പല വീഡിയോയുടെ താഴെ ഫ്യൂവൽ പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടെന്ന് പലരും കമൻറ്റ് ചെയ്തിരുന്നു. സോ നിലവിൽ കിട്ടുന്നുണ്ടാകാം. ഫ്യൂവൽ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിലവിലും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ വരുന്ന ബെനിഫിറ്റ് നമുക്ക് കുറച്ച് കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് ഒരു 4.75 ലാക്ക്, പിന്നെ ഒരു 1.5 ലാക്കിൻ്റെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ്, പിന്നെ ഒരു 1 ലാക്കിൻ്റെ ലോസ്റ്റ് ബാഗേജ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ്, പിന്നെ ഒരു 1 crore എയർ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ്, പിന്നെ ഒരു 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് എന്നിങ്ങനെ കുറച്ച് കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. നമുക്ക് പല ഡെബിറ്റ് കാർഡിലും ഈ ഒരു ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് അവർ പറയുന്ന രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടൂ. നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്ന പോലെ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവർ പറയുന്ന ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ ആ ഒരു കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ലാസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ നമ്മളുടെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് മിനിമം 2 ട്രാൻസാക്ഷൻ നടത്തിയിരിക്കാം. e-commerce ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷനോ. ATM ട്രാൻസാക്ഷൻ ഇതിനായിട്ട് കൗണ്ട് ചെയ്യുകയില്ല. മിനിമം 2 ട്രാൻസാക്ഷൻ, അത് e-commerce ആകാം അല്ലെങ്കിൽ POS ആകാം. അതേപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനിലും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. സോ ഇതൊക്കെയാണ് കോഡക് 811 ഓഫർ ചെയ്യുന്ന ഇൻഫിനിറ്റി മെറ്റൽ വേരിയന്റ് ഡെബിറ്റ് കാർഡിന്റെ വിശദാംശങ്ങൾ. നിങ്ങൾ ഈ ഒരു മെറ്റൽ വേരിയന്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി കാണുമ്പോൾ പ്രതീക്ഷയോട് കൂടി